ആണവായുധം നിർമ്മിക്കുന്നതാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പ്രശ്നമെങ്കിൽ അതിനാണവർ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ ബോംബിട്ടതെങ്കിൽ ഈ ആക്രമണം കൊണ്ട് യഥാർത്ഥത്തിൽ ശക്തിപ്പെടുവാൻ പോകുന്നത് തന്നെ ഇറാനാണ്. കാരണം ഇറാന് ആണവായുധം നൽകാൻ റഷ്യയും ഉത്തര കൊറിയയും ചൈനയും തയ്യാറായി നിൽക്കുന്നതായാണ് പുറത്തുവരുന്ന വിവരം. നിരവധി രാജ്യങ്ങൾ ഇറാന് നേരിട്ട് ആണവ പോർമുനകൾ നൽകുവാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കിയത് മറ്റാരുമല്ല, മുൻ റഷ്യൻ പ്രസിഡന്റ് കൂടിയായ ദിമിത്രി മെദ്വദേവ് ആണ്. അതായത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സകല കണക്കുകൂട്ടലുകളും തെറ്റിക്കുന്ന നീക്കമാണിത്. അമേരിക്കയെ മറ്റൊരു യുദ്ധത്തിലേക്ക് തള്ളിവിട്ടത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണെന്നും ദിമിത്രി മെദ്വദേവ് തുറന്നടിച്ചിട്ടുണ്ട്. ആണവ വസ്തുക്കളുടെ സമ്പുഷ്ടീകരണവും ഭാവിയിൽ ആണവായുധങ്ങളുടെ ഉൽപാദനവും ഇറാൻ തുടരുമെന്ന് തന്നെയാണ് റഷ്യൻ സുരക്ഷാ കൗൺസിലിന്റെ ഡെപ്യൂട്ടി ചെയർമാൻ കൂടിയായ ദിമിത്രി മെദ്വദേവ് വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്കയ്ക്ക് ബാധകമല്ലാത്ത ഒരു നിയമവും റഷ്യയും പാലിക്കാൻ പോകുന്നില്ല എന്നതാണ് റഷ്യയുടെ തീരുമാനം. അതായത് ഇറാന് ആണവായുധം നൽകാൻ ലോകത്തെ നിലവിലെ നിയമങ്ങൾ റഷ്യക്ക് മുമ്പിൽ തടസ്സമാകില്ലെന്ന് തന്നെയാണ് റഷ്യൻ ഉന്നതരുടെ പ്രതികരണത്തിൽ നിന്ന് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങളായ ഇസ്ഫഹാൻ, നതാൻസ്, ഫോർഡോ എന്നിവിടങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾ വലിയ പരാജയമാണെന്ന വിലയിരുത്തലും റഷ്യക്കുണ്ട്. മറ്റൊരു രാജ്യത്തെ പരമാധികാരത്തിന് മേലുള്ള ഈ കടന്നുകയറ്റത്തിന്റെ പരിണതഫലം അത് എന്തുതന്നെയായാലും അമേരിക്കയും ഇസ്രായേലും സ്വയം അനുഭവിച്ചു തന്നെ തീർക്കേണ്ടതായി വരും. ഈ ആക്രമണം കൊണ്ട് ഇറാന്റെ ആണവശേഷി നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന റിപ്പോർട്ടുകളും ഇതിനകം പുറത്തുവന്ന് കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്കയുടെ ബോംബാക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ ഈ കേന്ദ്രങ്ങളിൽ വീണ്ടും ആക്രമണം നടത്തിയത് പാളിച്ചു തിരിച്ചറിഞ്ഞത് കൊണ്ടാണെന്ന് വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം ഇറാനെതിരായ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ശത്രുത അടിസ്ഥാനരഹിതവും ന്യായീകരിക്കാനാവാത്തതുമാണെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. തന്നെ സന്ദർശിച്ച ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാച്ചിയോട് റഷ്യയുടെ സകല പിന്തുണയും പുടിൻ അറിയിച്ചതായാണ് റഷ്യ ടുഡേയും റിപ്പോർട്ട് ചെയ്യുന്നത്. ക്രെംലിനിൽ നടന്ന യോഗത്തിൽ ഇറാനെതിരായ ആക്രമണങ്ങളെ ഒരു പ്രകോപനവുമില്ലാത്ത ആക്രമണമെന്നാണ് പുടിൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇതിന് ഒരു ന്യായീകരണവുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പ്രവർത്തനങ്ങൾ നിയമവിരുദ്ധവും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നതുമാണെന്ന നിലപാടിൽ പുടിനും ഉറച്ചു നിൽക്കുകയാണ്. ഭാവി കാര്യങ്ങൾ ഇറാനും റഷ്യയും ചേർന്ന് സംയുക്തമായി തീരുമാനിക്കുമെന്നും റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പുടിനും ഇറാൻ വിദേശകാര്യമന്ത്രിയും തമ്മിലുള്ള ചർച്ചയുടെ പൂർണ്ണരൂപം ഇരു രാജ്യങ്ങളും പുറത്തുവിട്ടിട്ടില്ല എങ്കിലും നിർണായകമായ ചില തീരുമാനങ്ങൾ ഉണ്ടായതായാണ് സൂചന. ഉത്തര കൊറിയയുമായി റഷ്യ ഉണ്ടാക്കിയതുപോലുള്ള ഒരു സൈനിക കരാർ ഇറാനുമായി ഉണ്ടാക്കേണ്ടതിന്റെ ആവശ്യകതയും ഇരു നേതാക്കളും ചർച്ച ചെയ്തിട്ടുണ്ട്. റഷ്യൻ സൈന്യത്തിന് ഇറാനിൽ സൈനിക താവളം ഒരുക്കാമെന്ന ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ നിർദ്ദേശവും ചർച്ച ചെയ്യപ്പെട്ടതായാണ് പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത്തരമൊരു സൈനിക കരാർ യാഥാർത്ഥ്യമായാൽ അനിവാര്യഘട്ടത്തിൽ സൈനികമായി സഹകരിക്കാൻ ഇരു രാജ്യങ്ങൾക്കും കഴിയും. അത്തരമൊരു കരാർ നിലവിൽ വന്നാൽ ഇസ്രായേലിന് മാത്രമല്ല അമേരിക്കക്ക് പോലും ഇറാനിൽ പിന്നെ ആക്രമണം നടത്താൻ കഴിയുകയില്ല. മുൻപ് തന്നെ പരിഗണനയിലുണ്ടായിരുന്ന ഇത്തരമൊരു കരാറിലേക്ക് പെട്ടെന്ന് റഷ്യയും ഇറാനും പോകുന്നുണ്ടെങ്കിൽ അതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം അമേരിക്കക്കും ഇസ്രായേലിനും മാത്രമാണ്. ഹോർമൂസ് കടലിടുക്കടച്ച് ലോകവ്യാപാരം സ്തംഭിപ്പിക്കാനുള്ള ഇറാൻ തീരുമാനത്തിനെതിരെയും റഷ്യക്ക് നിലപാട് സ്വീകരിക്കാൻ കഴിയുകയില്ല. അങ്ങനെയൊരു തടസ്സം അവിടെ നേരിട്ടാൽ റഷ്യൻ എണ്ണയ്ക്കാണ് ഡിമാൻഡ് കൂടുക. മാത്രമല്ല യുക്രൈനെ സഹായിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളെ വെട്ടിലാക്കാനും ഇതുവഴി ഇറാന് കഴിയും. ചൈനയും ഇന്ത്യയും ഉൾപ്പെടെയുള്ള ഇറാന്റെ സുഹൃത്തുക്കളുടെ കപ്പലുകൾക്ക് യാത്രാനുമതി നൽകുകയും മറ്റുള്ളവയെ തടഞ്ഞുമുള്ള ഒരു തടസ്സം ഹോർമൂസ് കടലിടുക്കിൽ സൃഷ്ടിക്കാനാണ് ഇറാൻ പദ്ധതി തയ്യാറാക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും അമേരിക്കൻ സേനയെ തുരത്തണമെന്നതും ഇറാന്റെ പ്രധാന അജണ്ടയാണ്. ഇറാൻ വിദേശകാര്യമന്ത്രി റഷ്യയിൽ നിന്നും തിരിച്ചെത്തിയതിനു ശേഷം പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കിയുള്ള ആക്രമണ പദ്ധതി ഇറാൻ തയ്യാറാക്കുമെന്നാണ് അമേരിക്കൻ ഏജൻസികൾ കരുതുന്നത്. എല്ലാ പ്രതിരോധ സംവിധാനങ്ങളെയും തകർക്കാൻ ശേഷിയുള്ള മിസൈലുകൾ ഇറാന്റെ പക്കൽ ഉള്ളതിനാൽ അമേരിക്കൻ ഭാഗത്തും നാശനഷ്ടങ്ങൾ ഉറപ്പാണ്. ലോകത്തിലെ എണ്ണയുടെയും വാതകത്തിന്റെയും ഏകദേശം 20% ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഇടുങ്ങിയ കപ്പൽ പാതയിലൂടെയാണ് എന്നതിനാൽ ഇറാൻ ഇത് തടയുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് ആഴത്തിലുള്ള പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുക. ഇതുമൂലം അന്താരാഷ്ട്ര വ്യാപാരം തടസ്സപ്പെടുക മാത്രമല്ല എണ്ണവില കുതിച്ചുയരുകയും ചെയ്യും.
ഇത് ലോകമെമ്പാടുമുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിലകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇത്തരമൊരു സാഹസത്തിന് ഇറാനെ വലിച്ചിഴച്ച അമേരിക്കയ്ക്കെതിരെ ലോകവികാരം തിരിക്കാൻ കൂടിയാണ് ഇത്തരമൊരു കടുങ്കൈ പ്രയോഗത്തിന് ഇറാൻ മുതിരുന്നത്.